ഇനി ഇതൊന്ന് കഴുകണം. ഇപ്പോൾ ഈ രൂപത്തിലായി വാഴേൻ്റെ സ്റ്റീം. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയോ. ഓക്കെ, ആ സ്റ്റീമിനെ കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇന്നെന്താ പരിചയം ഇന്നെന്താ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? സ്മോൾ മില്ലറ്റ് ദോശ. ഇതുണ്ട്. ഇപ്പോൾ ഈ ടൂള് ഇതേപോലെ നമ്മൾക്ക് ലൈക്ക് ഇങ്ങനെ പരത്താനും എടുക്കാം, ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ. ഞങ്ങൾക്ക് സ്മോൾ മില്ലറ്റിൻ്റെ ദോശയാണ്. തേങ്ങയും ഒനിയനും സ്മോൾ മില്ലറ്റും ഒരു എഗ്ഗും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആയി ടേൺ ചെയ്തിട്ട് ഇത് കല്ലിലാകുമ്പോൾ പെട്ടെന്ന് വേവും. ചെറിയ തീ മതി. ഏകദേശം നല്ല മുരിഞ്ഞു. നല്ല സെറ്റായിട്ടുണ്ട്. മുത്താറി ദോശ സെറ്റായി. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് നല്ലുള്ള ദോശയാണ്. പെൻസ്റ്റീവിന് സ്മോൾ മില്ലറ്റ് ദോശ ഇഷ്ടമാണ്. ജൂതിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ജൂതിന് 2 കഴിക്കും അല്ലേ? ഇരുമ്പിൻ്റെ ദോശക്കല്ലായിരുന്നു, പെട്ടെന്ന് ദോശ റെഡിയാകും. ഗ്യാസിൽ തീ കത്തിക്കുന്ന എളുപ്പമാണ്. ധാരാളം സൈഡ് എഫക്റ്റ്. ഗ്യാസിൽ തീ കത്തിച്ചാൽ ധാരാളം സൈഡ് എഫക്റ്റ് ഉണ്ട്. എല്ലാ കെമിക്കലും കത്തില്ല, കുറേ കെമിക്കൽ നമ്മൾ ശ്വസിക്കും. ഇതാകുമ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ബീഫ് കറിയും മുത്താറീൻ്റെ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബീഫ് കറി സെറ്റായി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ല, സൂപ്പർ.